ഇത്രയും വർഷം എടുത്തോ ഒരു മൂവി ഇന്ത്യയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്? അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 23rd പ്രീമിയർ. അപ്പം ഞാൻ ഇവിടെ നമ്മൾ ടീം 20th ഒക്കെ ആയിട്ട് അവിടെ എത്തും. അത് കഴിഞ്ഞിട്ടൊരു 25th ഒക്കെ വരെ മാക്സിമം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാവും. അറിയിപ്പ് കണ്ടിട്ടാണ് ഈ പ്രഭ ഓഡീഷൻ ചെയ്യാമെന്ന് പായൽ തീരുമാനിക്കുന്നത്. സാധാരണ നമ്മളുടെ ഏജോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന റോള് എന്റെ ഏജ് അല്ലെങ്കിൽ എന്നെക്കാളും മേലെ അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ബാഗേജ് ഒക്കെ ഉള്ള അങ്ങനെയാണ്. അപ്പം പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് എന്നെക്കാളും എന്താ പറയാ വളരെ ഏജ് കുറവായിട്ടുള്ളൊരു റോൾ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഡയലോഗ് ഉണ്ടെങ്കിൽ എനിക്ക് പറ്റൂല കേട്ടോ, എനിക്ക് ഈ പരിപാടി അറിയത്തില്ല എന്താന്ന്. കാരണം ടേക്ക് ഓഫ് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ ഇങ്ങനെയും അപ്രോച്ച് ചെയ്യാം, ഇങ്ങനെയും സിനിമ ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്ത്. ഹലോ ദിവ്യ, വെൽക്കം ടു ദ ഷോ. ഹലോ, താങ്ക് യു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഇപ്പോൾ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റിന് കിട്ടിയിരിക്കുന്നത്. അപ്പം 30 കൊല്ലത്തിന് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ നോമിനേഷൻ വന്നിരിക്കുകയാണ്, മെയിൻ നോമിനേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വാട്ട് ആർ യുവർ ഫീലിങ്സ്? എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയുക, പ്രത്യേകിച്ച് കോമ്പറ്റീഷനിൽ തന്നെ ആകുമ്പോൾ, അതും ഒരു 30 yearsന് ശേഷം ആ ഒരു ലോങ് ഗ്യാപ്പ് ഒക്കെയാണ് എന്നെ ഇത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നത്. ഇത്രയും വർഷം എടുത്തോ ഒരു മൂവി ഇന്ത്യയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്? അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, എന്താണ് ഇനി അതിന്റെ അടുത്ത പ്രോസസ്സുകളും എങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി ഒക്കെ ഇനി അങ്ങോട്ട്? 23rd പ്രീമിയർ. അപ്പം ഞാൻ ഇവിടെ നമ്മൾ ടീം 20th ഒക്കെ ആയിട്ട് അവിടെ എത്തും. അത് കഴിഞ്ഞിട്ടൊരു 25th ഒക്കെ വരെ മാക്സിമം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് ദിവ്യ ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഈ ഒരു പ്രോസസ്സിലേക്ക് എങ്ങനെയാണ് സെലക്ട് ആവുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് സിനിമ? അതായത് ഞാൻ അറിയിപ്പ് കഴിഞ്ഞ് ഡോണിന്റെ ഫാമിലിയും ചെയ്തിട്ടിരിക്കുന്ന ഒരു ഗ്യാപ്പിൽ ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ പ്രണവ് വിളിച്ചിട്ടാണ്. പ്രണവ് നമ്മുടെ ഈ സിനിമയിലെ EP ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പ്രണവ് എന്ന് പറഞ്ഞപ്പം പുള്ളി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, പായൽ കബാഡിയാണ് ഡയറക്ടർ. ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു പായൽ കബാഡിയ എന്ന് പറഞ്ഞപ്പം. അപ്പൊ ഞാൻ ഓക്കെ അയച്ചോണ്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയപ്പം പായൽ കബാഡിയ ഇങ്ങനെ ഇതിന് മുമ്പുള്ള അവരുടെ ഒരു ഡോക്യുമെന്ററി ഓൾറെഡി അവിടെ വിൻ ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ സ്ക്രിപ്റ്റ് ആ ഒരു സംഭവം വായിച്ചു നോക്കി. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അതില് പ്രഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അതിനാണ് എനിക്ക് വന്ന റോള്, കനി ഇപ്പൊ ചെയ്തിരിക്കുന്ന റോള്. അപ്പൊ എനിക്ക് തോന്നുന്നു അറിയിപ്പ് കണ്ടിട്ടാണ് ഈ പ്രഭ ഓഡീഷൻ ചെയ്യാമെന്ന് പായൽ തീരുമാനിക്കുന്നത്. അപ്പൊ അത് കുറച്ചൊരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു റോളാണ്, ഒരു 36-37 വയസ്സൊക്കെ ഉള്ള ഒരു റോളാണ്. അപ്പം അങ്ങനെ ഞാൻ കൊച്ചിയിൽ അതിന്റെ ഒരു റൗണ്ട് ഓഡിഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് ഞാൻ ബോംബെ പോയി അവിടെ കൊടുത്തു. അപ്പം പ്രഭ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ആ സെക്കൻഡ് റൗണ്ട് ഓഡിഷൻ കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് പാല് വെച്ചു, ജസ്റ്റ് ഒന്ന് യങ് നേഴ്സ് ആയിട്ട് ഒരു അനു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, അപ്പൊ അതൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ പ്രഭയിൽ ഇൻവോൾവ് ആയിട്ട് ഇരിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് അപ്പൊ തന്നെ മാറി അനു ചെയ്യാൻ? ഞാൻ പറഞ്ഞു എനിക്കിപ്പോ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഐ വാസ് സോ ആ ഒരു ഇതിൽ ഇൻവോൾവ് ആയിപ്പോയി. പക്ഷെ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. എന്തോ ഞാൻ ചെയ്തു, എനിക്കറിയില്ല. അത് കഴിഞ്ഞൊരു 1 week ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ എല്ലാം തിരിഞ്ഞു. ഈ അനു എന്ന് പറഞ്ഞ യങ് നേഴ്സിലോട്ട് മാറി. അങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്തത്. അതൊരു 4-5 റൗണ്ട് ഓഫ് ഓഡീഷൻസ് കഴിഞ്ഞിട്ടാണ് ഈ അനു എന്ന് പറഞ്ഞിട്ടുള്ള യങ് നേഴ്സ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. അത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും വേറെ തന്നെ ഒരു എനർജിയും ഏജ് വൈസ് ആണെങ്കിലും. സാധാരണ നമ്മളുടെ ഏജോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന റോള് എന്റെ ഏജ് അല്ലെങ്കിൽ എന്നെക്കാളും മേലെ അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ബാഗേജ് ഒക്കെ ഉള്ള അങ്ങനെയാണ്. അപ്പം പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് എന്നെക്കാളും എന്താ പറയാ വളരെ ഏജ് കുറവായിട്ടുള്ളൊരു റോൾ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഇവിടെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഏത് ലാംഗ്വേജാണ് ഇപ്പോൾ ബൈലിംഗ്വൽ ആണെന്നാണ് ഞാൻ വായിച്ചപ്പോൾ കണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഇവിടെ നിന്ന് മാറി വേറൊരു ഇൻഡസ്ട്രിയിലാണോ? ഇത് ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല, ഹിന്ദി ഫിലിം ആണോ മലയാള ഫിലിം ആണോ എന്നറിയില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു വർക്കിംഗ് പ്രോസസ്സ് ഈ ഒരു സിനിമയിലേക്ക് പോയപ്പോൾ? എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ അവിടെ ഉള്ള ഒരു വർക്കിംഗ് പ്രോസസ്സിനെ പായലിന്റെ ഈ സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് വേറെ തന്നെ ഒരു പ്രോസസ്സായിരുന്നു. കാരണം എല്ലാ സീൻസും നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഷൂട്ട് ഒരു 40 days ആണെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പും റിഹേഴ്സൽസ് എല്ലാം കൂടി ഒരു അറൌണ്ട് ഒരു 6-7 months ഇതുമായിട്ട് ചേർന്ന് നിൽക്കേണ്ടി വന്നു. അപ്പം അതിനും കൂടെ കാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ, നമ്മൾ ആക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം ടോട്ടൽ ഒരു ബോളിവുഡ് ഇൻഡസ്ട്രി എങ്ങനെയെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇത് വേറെ തന്നെ ഒരു പ്രോസസ് ആയിരുന്നു പായലിന്റെ. പക്ഷെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ടൈം ഒരു ക്യാരക്ടറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും വേറെ രീതിയിലുള്ള ഒരു
പരിപാടിയായിരുന്നു. അപ്പൊ ആൾക്കാർ ചോദിക്കും, നമ്മളൊരു മൂവിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്യാരക്ടറായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സീൻസും എടുത്ത് നമ്മൾ ഇങ്ങനെ വർക്ക്ഷോപ്പ് ചെയ്ത് വരുമ്പോൾ അതിന്റെ ഒരു പ്യുവർ ഫോം നഷ്ടപ്പെടില്ലേന്ന് ചോദിക്കും. എനിക്കും ഡൗട്ടായിരുന്നു. കാരണം ചിലപ്പോൾ അതിന്റെ കുറെ, പക്ഷെ അങ്ങനെയല്ല എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ഒരു സീൻസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ഇംപ്രവൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പെട്ടെന്ന് ചിലപ്പോ ഇപ്പം ഒരു ഷോട്ട് വെച്ചിരിക്കുന്നു, നമുക്ക് വർക്ക്ഷോപ്പ് റിഹേഴ്സൽ ഒന്നും ചെയ്തിട്ടില്ല, അപ്പൊ ഞാനൊരു സീൻ ചെയ്യുമ്പോൾ ആ ഒരു ടൈം ലിമിറ്റിനനുസരിച്ചുള്ള ഒരു ഇംപ്രവൈസ്ഡ് ആയിട്ടൊരു വേർഷനെ കിട്ടുള്ളായിരിക്കും. പക്ഷെ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മളിൽ നിന്നൊരു പലതരത്തിലുള്ള ഇംപ്രവൈസേഷൻസ് സംഭവിക്കുന്നു. അപ്പൊ പായലിങ്ങനെ നമ്മളിപ്പോ ഒരു സീന് കുറെ ചെയ്യുവാണെങ്കിൽ അതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ വേർഷൻ എന്നുള്ള ഒരു 1-2 ചോയ്സ് എടുത്ത് വെക്കും. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആ വർക്ക്ഷോപ്പിൽ ചെയ്തതെല്ലാം അതിനകത്ത് ഏതാണോ ബെറ്റർ വെർഷൻ എന്നത് ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ നമുക്കത് കാണാൻ പറ്റും, അത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ അപ്പൊ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയെന്ന് തോന്നുന്നുണ്ട്. ഒരു ആക്ടറിനെ സംബന്ധിച്ച് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ശരിക്കും ഒരു സ്കൂൾ, എനിക്കിങ്ങനെ ഒരു അക്കാദമിക് ഒന്നുമില്ല, അപ്പൊ എനിക്കൊരു സ്കൂൾ പോലെയാണ് തോന്നുന്നത്. ഈ സിനിമയുടെ പ്ലോട്ടും മറ്റു ഡീറ്റെയിൽസും ഒന്നും വന്നിട്ടില്ല, ഒരു ട്രെയിലർ വന്നിട്ടില്ല, കുറച്ച് സ്റ്റിൽസും എനിക്ക് തോന്നുന്നു വളരെ ചെറിയൊരു സിനോപ്സിസ് പോലെ 2 നഴ്സസ് ഒരു റോഡ് ട്രിപ്പ് പോകുന്നു എന്നൊക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ എന്താണ്, നമുക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നറിയാം, പക്ഷെ എന്നാലും നമ്മുടെ എന്താ പറയാൻ പറ്റുക? അതിന്റെ സിനോപ്സിസ് എനിക്ക് തോന്നുന്നു ഈ ഫെസ്റ്റിവലിന്റെ പേജിൽ ഇതിലൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് 2 മലയാളി നേഴ്സസ് കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് ബോംബെയിൽ അവിടെ വർക്ക് ചെയ്യുന്ന രണ്ടുപേരുടെ അവരുടെ തമ്മിലുള്ള ഒരു സിസ്റ്റർഹുഡ് ആയിരിക്കാം. ഇത് ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവർ തമ്മിലുള്ള ഒരു എന്താ പറയാ, രണ്ടും 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരു എന്താ പറയാ, അതുപോലെ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടല്ലോ, അതുപോലെ ബോംബെ എത്രത്തോളം ബിലോങ് ചെയ്യുന്നു ഇവരൊക്കെ, എത്രത്തോളം അങ്ങനെയുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സിനിമയാണ്. അതില് വേറെ ഛായാകഥം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ടർ ഉണ്ട് അതിലൊക്കെയുള്ള. അപ്പം ഛായാജി ഞാനും കനിയാണ് അതിൽ മെയിൻ ആയിട്ട് ഉള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ്. കുറെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഒരു റോഡ് ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു ട്രാവൽ ഇതായിട്ടൊക്കെ പറയാം വേണമെങ്കിൽ. കനിയാണ് ഇതിൽ മറ്റൊരു മെയിൻ റോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കനിയും ദിവ്യയും വളരെ കാലമായിട്ട് ഫ്രണ്ട്സ് ആണ്. നമ്മളിപ്പോ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, നിങ്ങളുടെ കുറെ റീൽസും ഫണ്ണായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കനിയുടെ ആദ്യമായിട്ടാണ് തോന്നുന്നു അഭിനയിക്കുന്നത് അല്ലേ? അല്ല, അതായത് കനിയുടെ കൂടെ ഞാൻ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്, ഒരു പ്ലേ ചെയ്തിട്ടുണ്ട്. സിനിമ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ എങ്ങനെയായിരുന്നു കനിയുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിലും ഇത് ചാനലൈസ് ചെയ്യാൻ പറ്റിയിരുന്നോ? ഇതില് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ അറിയുന്ന ഒരാളാണ്. ഇപ്പൊ പല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലേയിൽ ആണെങ്കിലും സീരിയൽ. ഇപ്പൊ സിനിമ ഫസ്റ്റ് ടൈം ആണ്, അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ക്യാരക്ടർ തമ്മിലുള്ള ഒരു ഡൈനാമിക്സ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് വർക്ക്ഷോപ്പും റിഹേഴ്സൽസും ഒക്കെ തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും. അത് വേറെ തന്നെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു, മോർ ദാൻ അതുണ്ടായിരിക്കും. കാരണം നമുക്കിപ്പം ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ള സ്പേസ്, ഇപ്പം ചിലപ്പോൾ പുതിയൊരാളാണെങ്കിൽ ചിലപ്പോൾ ഇത് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഇത് എനിക്ക് അറിയാലോ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നത് കൊണ്ട് അത് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നും ഒട്ടും ഇല്ലല്ലോ, അറിയാവുന്ന ആൾക്കാർ. എങ്ങനെയായിരുന്നു ദിവ്യ നേരത്തെ സിനിമയിലേക്ക് വരുന്നതും, അല്ലെങ്കിൽ ആദ്യം സീരിയലിൽ നിന്നാണ് വരുന്നത്? എന്തായിരുന്നു ഒരു ജേർണി? എപ്പോൾ തൊട്ടാണ് ഈ ഒരു പാഷനായിട്ട് വന്നതും, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഞാൻ സീരിയലിൽ നിന്നല്ല വരുന്നത്, ഞാൻ സിനിമയായിരുന്നു ആദ്യം ചെയ്തത്. വന്നത് ഞാൻ ആക്ച്വലി ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പാരലലി MBA ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ രാവിലെ ഇങ്ങനെ മോർണിംഗ് വാക്കിനൊക്കെ പോയപ്പോൾ, ഒരു ദിവസം മോർണിംഗ് വാക്കിന് പോയപ്പോൾ നമ്മുടെ ഇവിടെ സുഭാഷ് പാർക്കിന്റെ അടുത്ത് ലോക്പാൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് അവിടെ ജസ്റ്റ് നിന്നു, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നിന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു അതിൻ്റെ കാസ്റ്റിംഗ് എന്തോ കോർഡിനേറ്റർ എന്തോ ആണ്, പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ കൈ കാണിച്ചു. അപ്പം ഞാൻ എന്നെയാണോ ഒന്ന് വരുമെന്ന് ചോദിച്ചു. ഇവിടെ ഒന്ന് ഇരിക്കാൻ പറ്റുമോ അടുത്ത ഷോട്ടിൽ, നമുക്ക് നമ്പേഴ്സ് കുറവാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അടുത്ത് നിന്ന് കാണാലോ എല്ലാരെയും, ക്ലോസ് എന്താണ് പരിപാടി എന്ന് ഒരു പിടിയില്ല, ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് സെയിം ആണോ എന്ന് ചോദിച്ചു. ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, അപ്പം അതിന് ആക്ച്വലി ആളായിട്ടില്ല, അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അതായത് അതിൽ അഭിനയിക്കുന്ന സായികുമാർ എന്ന് പറഞ്ഞ ആക്ടറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് ചുമ്മാ ഫയലൊക്കെ പിടിച്ച് നിന്നാൽ മതി, ചെയ്യാം. ഞാൻ എല്ലാത്തിനും റെഡി ആയിരുന്നു. ഞാൻ പണ്ട് ഈ സ്കൂളിൽ എല്ലാത്തിനും ചാടിക്കേറി ഒരു പ്ലാനും ഇല്ല. അത് കഴിഞ്ഞ് എനിക്ക് 10 മണിക്ക് ഓഫീസിലെത്തണം, MBAയുടെ എന്തോ എക്സാം നടക്കുന്നുണ്ട്, അങ്ങനെ വേറെ കാര്യങ്ങളിലാണ് ഞാൻ. സിനിമയൊന്നും അങ്ങനെ വിചാരിച്ചിട്ടുള്ള ആളൊന്നുമല്ല. അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്ന് നേരെ അമ്മേനെ വിളിച്ചു.
ഇങ്ങനെ ഒരു പരിപാടി വന്നിട്ടുണ്ട് ഞാൻ എന്താ അപ്പോൾ ആണോ സിനിമ ഒന്ന് ഞാൻ ഫോൺ വെക്കും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. അത് കഴിഞ്ഞ് ഓഫീസിൽ വിളിച്ച് ലീവ് എടുത്തു. അതാണ് ഇതിന്റെ തുടക്കം. ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചൊന്നും ഇല്ല. ഞാൻ ഉറപ്പായിട്ടും എല്ലാരെയും പോലെ ഇഷ്ടമുണ്ട്. ഓരോന്ന് കാണുമ്പം അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാനും ഒക്കെ നോക്കും. പക്ഷെ ഒട്ടും ഇതിൽ ഫിറ്റിൻ ആവുന്ന ആളാണ് ഞാനെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ കുറച്ചിങ്ങനെ ഇപ്പം അച്ഛൻ പ്രിയനന്ദന്റെ ഫ്രണ്ടായിരുന്നു ഡയറക്ടർ. അപ്പം ഈ നെയ്ത്തുകാരെന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗമായിട്ട് പണ്ട് ഒരു ബോംബെയിലോട്ട് ഞാനും അച്ഛനും നെയ്ത്തുകാരൻ ആ സിനിമയുടെ ടീമൊക്കെ ആയിട്ട് ഞാൻ യാത്ര പോയിട്ടുണ്ട്. നമ്മുടെ ആക്ടർ മുരളിക്ക് ഒരു അവാർഡ് കൊടുക്കുന്ന ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ പക്ഷെ എന്നെ അവിടെ ഞാൻ പ്ലേസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ വീട്ടിലും അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇത്. അങ്ങനെ അത് കഴിഞ്ഞ് ചെറിയ റോൾസിന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ഡയലോഗ് ഉണ്ടെങ്കിൽ എനിക്ക് പറ്റൂല കേട്ടോ, എനിക്ക് ഈ പരിപാടി അറിയത്തില്ല എന്താന്ന്, കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ അറിയില്ലല്ലോ നമ്മൾ ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് ഇതിഹാസം എന്ന് പറഞ്ഞ മൂവിയില് അതിലൊരു ആക്ടർ മാറിയിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പൊ ആ ആക്ടറിന് പറഞ്ഞു വെച്ചിരുന്ന പൈസ പേയ്മെന്റ് എനിക്ക് എന്തായാലും കിട്ടും. അപ്പൊ ഞാൻ ആ പേയ്മെന്റ് ഓക്കെ എത്ര പൈസ കിട്ടും, ഇത്രയും നാളത്തേക്ക് പോയി ഡയലോഗ് ഉണ്ട് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ. ദൈവമേ ഡയലോഗ് ഉണ്ട്. ശരി, അങ്ങനെ ഞാൻ അതിൽ പോയി. അപ്പോഴും എനിക്കിപ്പോൾ ആലോചിക്കുമ്പോഴും ഞാൻ എങ്ങനെയാ ആ ക്യാരക്ടറിനൊക്കെ അപ്രോച്ച് ചെയ്തത്, എന്താ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി എനിക്കറിയില്ല എന്തോ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് KK രാജീവ് എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ഒരു സീരിയലിൽ നിന്ന് ഒരു കോൾ വരുന്നത്. അപ്പം അച്ഛൻ പണ്ട് ഈ മേഘം സ്വപ്നം എന്നൊക്കെ പറഞ്ഞ പണ്ട് ഈ രാജീവ് സീരിയൽസ് ഒക്കെ കാണുന്ന, അപ്പം അങ്ങനെ അറിയാം മൊത്തത്തിൽ എനിക്ക് KK രാജീവിന്റെ സീരിയൽസ് ഭയങ്കര ചോദിച്ചു ചെയ്യാം. കാരണം അതാകുമ്പോൾ കുറച്ച് അധികം ഒരു വലിയൊരു പ്രോസസ്സാണ് എന്തായാലും സീരിയൽ എന്ന് പറയുമ്പം. അപ്പം എന്തോ ആയിക്കോട്ടെ അവിടെ നിന്ന് ഒരു ടെക്നിക്കലി എന്താന്നൊക്കെ നമുക്ക് അറിയാലോ, ക്യാമറ ഇത് എന്തോ ഇടയ്ക്ക് പോയി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ക്രാഫ്റ്റ് പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇത് പോയി പഠിക്കണം. അങ്ങനെ ഒരു 1 ഇയറോളം KK രാജീവിന്റെ സീരിയലിൽ അത് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു സ്റ്റേറ്റ് അവാർഡൊക്കെ. അപ്പോഴാണ് എനിക്ക് തോന്നി ഓക്കെ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമായിരിക്കും, എന്തോ ഒരു കോൺഫിഡൻസ് വന്നു. ഓക്കെ ജസ്റ്റ് ഒരു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓഡീഷൻസ് ചെയ്യാൻ തുടങ്ങി. കാരണം സീരിയൽ പിന്നീടും ചെയ്യാൻ തോന്നിയില്ല. കാരണം സീരിയൽ എന്ന് പറയുമ്പം എനിക്കൊന്ന് ചാനൽസിന് എല്ലാ ദിവസവും ഒരു ഫുട്ടേജ് കൊടുക്കേണ്ട ഒരു ഇതുള്ളത് കൊണ്ട് ആ ഒരു പ്രഷറുണ്ട്. അപ്പൊ ആ ഒരു ടൈം ലിമിറ്റിൽ നിന്നിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കും നമ്മളുടെ ആ ഒരു ആക്ടറിനെ ലിമിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. വേറെ തന്നെ ഒരു പാറ്റേൺ ആണ്, അതുകൊണ്ടാണ്, വേറെ റീസൺ ഒന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ടേക്ക് ഓഫിൽ കിട്ടുന്നത്. ടേക്ക് ഓഫ് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ ഇങ്ങനെയും അപ്രോച്ച് ചെയ്യാം, ഇങ്ങനെയും സിനിമ ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്ത് സ്ക്രിപ്റ്റ് റീഡിങ്ങിനൊക്കെ എല്ലാവരും കൂടി ഇരുന്ന്. അപ്പൊ എനിക്ക് ടേക്ക് ഓഫ് ആണ് ആക്ച്വലി എനിക്കിത് ഇഷ്ടപ്പെടാൻ തോന്നിയത്. നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ശരിക്കും അതിനു വേണ്ടി ഇരുന്ന് വർക്ക് ചെയ്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ടേക്ക് ഓഫ് ആണെന്ന് തോന്നുന്നു അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. ഇപ്പോൾ ദിവ്യ കൂടുതലും ചെയ്തേക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ആർട്ട് ഹൗസ് സിനിമകൾ, ടേക്ക് ഓഫും ഇതൊക്കെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട് മാലിക്കും. പക്ഷെ കൂടുതലും അറിയപ്പെടുന്നതും വളരെ എന്താ പറയുന്ന ഒരു അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ അറിയിപ്പും അല്ലെങ്കിൽ ഫാമിലിയൊക്കെ പോലത്തെ സിനിമകളാണ്. അപ്പം ആ ഒരു സ്പേസ് ആണോ കൂടുതൽ താല്പര്യവും, അതോ മറ്റേ സ്പേസും? ഇപ്പൊ റീൽസിലൊക്കെ കാണുന്ന ഒരു ഫൺ സൈഡ് കാണാറുണ്ട് എപ്പോഴും, തമാശയും ഡാൻസും ഒക്കെ കാണുന്നു. അപ്പൊ ആ ഒരു സൈഡും എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള താല്പര്യം, അങ്ങനെയുള്ള റോൾസ് വരുന്നുണ്ടോ? എല്ലാം താല്പര്യമുണ്ട്. ആ റീൽസിൽ കാണുന്നതും അല്ലാത്തതും ഇല്ലാത്തതും ഒക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാർ നമ്മളിപ്പോ ഒരു ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ടായിരിക്കും ജഡ്ജ് ചെയ്യുന്നത്. ചിലപ്പോ അവര് റൈറ്റേഴ്സ് എഴുതുന്ന കഥാപാത്രത്തിലോട്ട് അവര് ഈ ആക്ടർ ഫിറ്റിനാവോ എന്ന് ആലോചിക്കുന്നത് പോലും ചിലപ്പം നമ്മളുടെ മെമ്മറിയിലുള്ള ഇതിനു മുമ്പ് ചെയ്ത സിനിമയിലെ ക്യാരക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലി അറിയുന്ന ആൾക്കാർ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാൻ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് കോമഡി ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഡ്രാമയിലായി പ്ലേയിലാണ് ചെയ്തിട്ടുള്ളത്. ഇല്ല, ഞാൻ ഒരു പ്ലേ ചെയ്തിട്ടുണ്ട്, റോഷൻ മാത്യു ഡയറക്ട് ചെയ്തത്. അതൊരു 5 ഷോസ് ചെയ്തിട്ടുണ്ട്. അതിലെ റോള് കോമഡി ആയിരുന്നു. ഇപ്പോൾ കൂടുതലും വർക്ക് ചെയ്തേക്കുന്ന മഹേഷ് നാരായണന്റെ കൂടെയാണ് ഇവിടെ മലയാളത്തില്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ്? ഇപ്പൊ വളരെയധികം മികച്ച ക്യാരക്ടേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അറിയിപ്പില് ബെസ്റ്റ് ആക്ടേഴ്സ് നോമിനേഷൻ വരെ കിട്ടിയിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു വർക്കിംഗ്? ടേക്ക് ഓഫിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ ഓഡിഷൻ ചെയ്തു, അത് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് മാലിക് ചെയ്തു. അറിയിപ്പിലാന്ന് തോന്നുന്നു കുറച്ചും കൂടി ഒരുപാട് ഡേയ്സ് അവർ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു മഹേഷ് ടേക്ക് ഓഫിലുള്ള ആളല്ല മാലിക്കിലുള്ളത്.
അറിയിപ്പിലൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ഫ്രീ ആയിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നും കൂടി ആ ഒരു ലിമിറ്റ് കുറേ മാറ്റിയ പോലെ തോന്നുന്നുണ്ട്. ചിലപ്പം അത് സിനിമേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും കൂടെ ആയിരിക്കാം, എനിക്കറിയില്ല, അത് അവരുടെ പെർസ്പെക്റ്റീവ് ആണ്. പിന്നെ എനിക്ക് തോന്നി മഹേഷ് ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഒരു നറേറ്റ് ചെയ്യുന്നതൊക്കെ ടോട്ടൽ സിനിമ നമുക്ക് കിട്ടും. ആ തരത്തിൽ 2 മണിക്കൂർ ടോട്ടൽ ഇരുന്ന് നറേറ്റ് ചെയ്യുന്നു. അതുപോലെ ആ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കുറവാകും, അത്രയും ഇങ്ങോട്ട് ഡിസ്ക്രൈബ് ചെയ്യും, അത്രയും പ്രിസൈസ്ഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യും. അപ്പം അറിയിപ്പാണെങ്കിൽ കൂടി കുറച്ച് നേരത്തെ തന്നെ എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടിയിരുന്നു, ഏതൊക്കെ രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഒരു ആക്ടറിനെ സംബന്ധിച്ച് അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള സിനിമകളിൽ ഏതൊക്കെയായിരുന്നു ഇപ്പോൾ ഏതെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഏതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന സിനിമകൾ? 2 മൂവീസ് ഇനി റിലീസ് ആവാനിരിക്കുന്നുണ്ട്. ഓൾറെഡി ചെയ്ത സിനിമകളാണ്, പക്ഷെ അത് അനൗൺസ് ചെയ്തിട്ടില്ല. ഒരെണ്ണം ജിയോ ബേബിയുടെ ഫിലിമാണ്, മറ്റേത് പ്രോസസ്സിലാണ്. ഇപ്പോൾ എന്താണ് ഇനി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോകുമ്പോൾ ഉള്ള ഒരു പ്ലാൻ ഒക്കെ എന്താണ്? സിനിമ ഫെസ്റ്റിവൽസ് ഒക്കെ കാണാറുണ്ടോ? ഇവിടുത്തെ ഫെസ്റ്റിവൽസിനൊക്കെ യൂഷ്വലി പോകാറുള്ള ആളാണ്? അതെ. യൂഷ്വലി ഞാൻ IFFK ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ അറിയിപ്പിന്റെ ഭാഗമായിട്ട് വലിയൊരു ഫെസ്റ്റിവൽ ജേർണി പോയിരുന്നു. കാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലത്തെ ഒരു ഇതേ ഉള്ളൂ, എനിക്കൊന്നും അറിയില്ല ബാക്കി സിനിമകൾ. അതെ, ആ സിനിമ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. പായലിന്റെ സിനിമ നമ്മള് ടീം എല്ലാവരും കൂടി ഇരുന്നത് കാണുന്ന ഒരു മൊമെന്റ് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ആ സിനിമ അത് ഇത്രയും കുറെ നാളായിട്ട് നമ്മൾ അതിനകത്ത് ഇന്നായിട്ട് എല്ലാ ആൾക്കാരും, ആക്ടേഴ്സ് മാത്രമല്ല എല്ലാ ആൾക്കാരും അതിനു വേണ്ടി ഇത്രയും ഒരു ഡ്യൂറേഷൻ അതിനു വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പൊ അവരെല്ലാരുമായിട്ട് അത് കാണണം, അത് കാണാൻ അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഈ സിനിമ ഇപ്പം നേരത്തെ പറഞ്ഞ മലയാളി നഴ്സസ് ആണ്, അപ്പൊ ഹിന്ദിയും മലയാളവും കൂടെ മിക്സ് ചെയ്ത് ബൈലിംഗുലാണ്. അതൊരു എനിക്കൊരു 75-80% മലയാളമാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഭാഷയുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ അറിയിപ്പിലും കുറച്ച് ഹിന്ദി സംസാരിക്കുന്നുണ്ട്. അത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് എനിക്ക് ഫ്ലുവന്റ് ആയിരിക്കില്ല, പക്ഷെ അതെ. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. എല്ലാ ആശംസകളും. ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് വളരെയധികം ഒരു വലിയ സക്സസ് ആവട്ടെ അവിടെ. എന്നാണ് നമുക്ക് ഈ സിനിമ കാണാൻ പറ്റുക? നമുക്ക് നോർമൽ ഞാനും ആലോചിക്കുന്നത്, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇവിടെ എന്നായിരിക്കും, പക്ഷെ ചിലപ്പം IFFK ആയിരിക്കും അല്ലേ, എല്ലായിടത്തും കറങ്ങി വന്ന്. All the best. Thank you so much. Thank you so much.